ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ബോയപ്പതി ശ്രീനു സംവിധാനം ചെയ്ത് NBK ഗോഡ് ഓഫ് മാസസ് NBK ബാലയ്യ ആൻഡ് സംയുക്ത മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന അഖണ്ഡ 2-ന്റെ ഒരു സോങ് ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ജാജിക്കായ എന്തായിരിക്കും അർത്ഥം നിങ്ങൾക്കറിയാവും. ആൻഡ് തമനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ ആ ലിറിക്കൽ വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യാം. ബാ ഗൈസ്, ലെവൻ ദേശിനി നന്ദമുരി പ്രസൻസ് റാം ഗോപിയാച്ചൻ തമനസ് മ്യൂസിക്കാണ്. ശ്രേയ ഘോഷാലും ബ്രിജേഷുമാണ് പാടിയിട്ടുള്ളത്. തമിഴ്ക്ക ശരി. ഗൈസ്, എന്തൊക്കെ പറഞ്ഞാലും ജയ്ബാലയാണ് സത്യം പറയാലോ. ആ ഒരു എന്താ വെച്ചാ പുള്ളിക്കാരൻ ഒരു എന്റർടൈനർ ആണ് ഉള്ളത് പറയാലോ. നമ്മൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ട്രോള് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഒക്കെ പറഞ്ഞാലും ഒരു എനർജറ്റിക് ആണ്. പുള്ളിയെ കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ ശല്യമൊന്നുമില്ല. നിങ്ങൾ റീൽസിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ചുമ്മാ എന്തെങ്കിലും കാണിക്കുക ഒരു എല്ലാവർക്കും ചിരിയാണ് വരുന്നത്. പക്ഷെ എന്നാൽ പുള്ളി ആ സിനിമയിലും കാര്യങ്ങളിലൊക്കെ ആ ഒരു എഫേർട്ട് കൊടുക്കുന്നത്, ഈ ഡാൻസ് ഒക്കെ കണ്ടില്ലേ ഇപ്പോഴും പുള്ളിക്ക് മാത്രം ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പൊക്കെ കിട്ടുന്നതെന്നില്ല. മുമ്പ് ഇതുപോലെ ഒരു പാട്ടിലുണ്ടല്ലോ, ആ ഷർട്ട് ഊരി ഇങ്ങനെ പോകുന്നത് കുറച്ച് സീന്. അപ്പൊ ഇത് ഇപ്പം ആ ക്യാപ്പ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കുറച്ച് സീന്. അത് സത്യം പറഞ്ഞാൽ ഒരു എന്റർടൈനിങ് ആണ് ഉള്ളത് പറയാല്ലേ. ഒരു എന്റർടൈനിങ് ആണ് അത്. ആൻഡ് ഇതിൽ സംയുക്ത മേനോൻ എത്തുന്നുണ്ട്. സംയുക്ത മേനോൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു ഗ്ലാമറസ് റോളിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ കല്യാണി പ്രിയദർശന് നമ്മളെ ജയരവിയുടെ ജീനി സിനിമയിൽ അബ്ദി സോങ്ങിൽ കണ്ടുപോലെ സംയുക്ത മേനോനും ഗ്ലാമറക്സ് സീനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് കാണാം. ആൻഡ് ശ്രേയ ഘോഷാൽ നന്നായിട്ട് പാടുന്നുണ്ട്. അറിയാമല്ലോ, തമൻ ജയ്ബാലയ്ക്ക് വരുമ്പോ ിറച്ചി താങ്കൾ കുറെ കിടക്കും. നല്ല പെപ്പി ട്രാക്കാണ്. ഡാൻസ് കളിക്കുന്നുണ്ട് എപ്പോഴും. അമിത പാട്ടുള്ള ഒരു വൈബൊക്കെ ഉണ്ട്. ആൻഡ് തവന് സത്യം പറഞ്ഞ അവന് മുമ്പേ ബോയ് സിനിമയിലൊക്കെ ഉള്ള ആളാണ് ശങ്കറിന്റെ. അപ്പം തമിഴിലുള്ള ആളാണ്. പിന്നെ തെലുങ്കിൽ പോയി അവിടെയൊക്കെ ചെയ്തത് അവിടുത്തെ മൊത്തം പറഞ്ഞാൽ അവിടുത്തെ ഒരു നമ്പർ 1 തെലുങ്കിൽ സൂപ്പർ സാധനങ്ങളൊക്കെ ഇടുന്ന തമനാണ്. BGM ഒക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് OG-ലൊക്കെ ഇട്ട് നല്ല രീതിക്ക് പണി വെച്ചിട്ടുണ്ട്. അമ്മാതിരി സാധനങ്ങളാണ് OG സിനിമയിൽ ഇട്ടത്. നിങ്ങളൊക്കെ കേട്ടാണ്. മ്യൂസിക് ഒക്കെ ഒരു രക്ഷയില്ല.
ആൻഡ് തമൻ ഈ ഡ്രമ്മും സാധനങ്ങളൊക്കെ വരുമ്പം അടിച്ച് പൊട്ടിക്കും. അതുപോലെ തന്നെ ഈ ഒരു പെപ്പി ആയിട്ട് അതിലും ഇതിലും ഇങ്ങനെ ഡ്രമ്മും കാര്യങ്ങളും ഒരുപാടുണ്ട്, നന്നായിട്ടുണ്ട്. സംയുക്ത അഖാണ്ട 2 ഡയറക്ടറുടെ കോഴിക്കോട് സുരേഷ്. പാട്ട് കൊള്ളാം guys. ജാജിക്കായ ജാജിക്കായ ഒരു ഡാൻസ് പാട്ടാണ്, നല്ലൊരു വൈബ് പാട്ടാണ്. ആൻഡ് അവരുടെ ഡാൻസുകളും കൊള്ളാം. സംയുക്ത നല്ല ഗ്ലാമറസ് ആയിട്ട് ഉണ്ട് കാണാൻ. ആൻഡ് ബാലയ്യ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഒരു എന്റർടൈനിങ് ആണ്. സത്യം പറയാലോ, ഒരു എന്റർടൈനിങ് ആണ്. എന്തായാലും കാണിച്ചാൽ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു എന്റർടൈനറാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഒരു എന്റർടൈനറാണ്. നമ്മൾ ഈ കളിയാക്കൽ ട്രോളൊക്കെ വന്നാലും ഒരു എന്റർടൈനറാണ്. എന്തേലും ചെയ്ത് സിനിമ എന്താണ് എന്റർടൈനിങ്, അതാണ് സിനിമ. അപ്പൊ എന്തേലും ചെയ്ത് പുള്ളി അങ്ങനെ നിലനിന്നോളും. അങ്ങനെ ഇപ്പോഴും കണ്ടില്ലേ. ആൻഡ് തമിഴ് നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ശ്രേയ ഘോഷാൽ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. പാട്ടും കൊള്ളാം, നല്ല പാട്ട് തന്നെ, ഒരു വൈബ് പാട്ട്. എന്തായാലും അവിടെ ഭയങ്കര ഹിറ്റാവും ഉറപ്പാണ്. അഖാണ്ട 2 സിനിമ അഖാണ്ട 1 പോലെ നല്ലൊരു പടമാവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും സിനിമ വരട്ടെ. ബാലയ്യ ഒരു എന്റർടൈനറാണ് സത്യമായാലും. സത്യം ഒരു അങ്ങനെ ഒരാളാണ് സത്യമായിട്ട്. പാട്ടുകളാണ് ജാജിക്കായ ജാജിക്കായ.